ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പോയത് ലുലു മോൾ ട്രിവാൻഡ്രത്തായിരുന്നു. ഒരു അടിപൊളി യാത്രയായിരുന്നു. ലാസ്റ്റ് ടൈം ഞങ്ങൾ പോകുമ്പോൾ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് ഹൈപ്പർ മാർക്കറ്റിലും ഫുഡ് മാർക്കറ്റിലുമായിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് അവരറിഞ്ഞു, കൊട്ടൂസും പൊന്നൂസും അറിഞ്ഞു. അപ്പോൾ അവരെയും കൂട്ടി എല്ലാവരും പോകാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ചയല്ലേ, അങ്ങനെ യാത്ര ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത്. അപ്പോൾ അത് നല്ല ഒരു യാത്രയായിരുന്നു ആക്ച്വലി. നമ്മുടെ ഫാമിലിയൊക്കെ പോവുക, നമ്മുടെ അച്ഛനും അമ്മയും സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ടും. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുക, അതുപോലെ അവരുടെ എന്താ പറയുക, ഇങ്ങനെയുള്ള യാത്രകളിലേക്ക് നമ്മളെ ഒരു സമാധാനം കൊടുക്കുക അല്ലേ, ഇതൊക്കെയാണ് നമ്മളെ മെയിൻ. അവരാഗ്രഹിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു, എന്നാൽ അവരെയും കൂട്ടി ഒറ്റക്കെട്ടേന്ന് കൊടുത്ത് പോകാം. അങ്ങനെ യാത്ര തുടങ്ങി. യാത്ര നമ്മൾ പോയ സമയം ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു പോയത്. ഉച്ച കഴിഞ്ഞ് പോയതുകൊണ്ട് തന്നെ ഭക്ഷണം എന്തായാലും നമ്മളവിടെ കഴിക്കാൻ പ്ലാൻ ചെയ്തു. പക്ഷേ വേണ്ട, വീട്ടിൽ നിന്ന് തന്നെ രാവിലെ ഒരു പ്ലാനും ഇല്ലായിരുന്നു ഇന്ന് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടായിരുന്നു പോയത്. അപ്പം ഏകദേശം ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12 മണിക്കൊക്കെ ഫുഡൊക്കെ കഴിച്ചു, 12 മണിക്കൊക്കെ ഫുഡ് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള യാത്രയാണ്. ഈ യാത്ര വളരെ നല്ല യാത്രയായിരുന്നു. വിത്തൗട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു യാത്രയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ യാത്ര പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രം എന്താ പറയുക, നമ്മൾ ചാക്കിനോട്ട് പോകുന്ന സ്ട്രൈറ്റ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് കൊച്ചുവേലി കിംസ് റോഡെന്ന് പറയുന്നത്, അവിടെ നിന്നാണ് നമ്മുടെ ലുലു മോളിലേക്ക് വീഴുന്നത്. ഓക്കെ, കിംസ് എത്തിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ സ്ട്രൈറ്റ് പോവുകയാണ്. ഒരു ജംഗ്ഷൻ എത്തും, അവിടെ നിന്ന് റൈറ്റ് തിരിയുമ്പോഴത്തേക്കും നമ്മുടെ ഇതേ അങ്ങനെ നമ്മുടെ ലുലു മോളിലാണ്. ഇപ്പോൾ വലിയ നല്ലൊരു അത്രയും കുറേ ജനങ്ങൾക്ക് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരിക്കലും നമുക്കവിടെ പാർക്കിംഗ് അവൈലബിലിറ്റി ഇല്ല എന്ന് വരില്ല. അത്രയും പുറത്തും നമുക്ക് പാർക്ക് ചെയ്യാം. അതുപോലെ ഉള്ളിലും ഉണ്ട് കേട്ടോ, പാർക്കിങ്ങിൻ്റെ ബിൽഡിങ് സെപ്പറേറ്റ് തന്നെ ലുലു മോളിലുണ്ട്. ഓക്കെ, പാർക്കിംഗ് സർവീസ് ഓരോ അവർ ബേസ്ഡായിരുന്നു. ആദ്യമൊന്നും ഇവിടെ ചാർജ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 10 അവറാണ് തോന്നുന്നത്. ഇപ്പം ചാർജ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു എൻട്രി വരുന്നത്. ഇതാണ് നമ്മുടെ ലുലു മോളിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് ഈ വീട്ടിലെ സ്ട്രെസ്സ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആയിട്ടുള്ളൊരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ പ്ലേസാണ് കേട്ടോ. കാര്യം ഒന്ന് റിലാക്സ് ചെയ്ത്, ഓക്കെ, വർക്ക് സ്ട്രെസ് ഉണ്ടാകാം അല്ലേ, പല ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കണമെങ്കിൽ നമ്മൾ പോയിട്ട് എന്താ പറയുക, കുറേ ഇന്ന് സ്ട്രെസ് അടിച്ച് നിൽക്കുന്നതാണോ അല്ലേ, അതല്ല വേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള യാത്രകളാണ് നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന യാത്രകൾ. അത് നമ്മുടെ അച്ഛനും അമ്മയും ഒത്താണ് പോകുന്നതെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട കേട്ടോ, അത്രയും ഹാപ്പി ആയിരിക്കും നമ്മൾ. അപ്പം എൻ്റെ കുട്ടികളും അതുപോലെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒത്ത് ഒരു യാത്ര. യാത്ര വളരെ നല്ല യാത്രയായിരുന്നു. നമ്മൾ റിലാക്സ്ഡ് ആയിരുന്നു. ആൻഡ് നമ്മളവിടെ എത്തിയ ശേഷം അവരും നല്ല ഹാപ്പിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് അത്രയും ദൂരമേ ഉള്ളൂ, അടുത്താണ്. ഒരു 10 to 15 മിനിറ്റ്സ് ഉള്ളിലെത്തും, അത്രയും അടുത്താണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് പിന്നെ പറയണ്ട, തിരക്കൊട്ടായിരുന്നു. പക്ഷേ നമ്മളൊരു പ്രാവശ്യം 50% ഓഫ് എന്തോ ഉണ്ടായിരുന്ന സമയത്ത്, ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇതിനേക്കാളും തിരക്കുണ്ടായിരുന്നു. ഫ്ലാറ്റ് 50% ഓഫറെന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്രാൻഡഡ് ഐറ്റംസൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് ഇഷ്ടം മാതിരി ആളുകളായിരുന്നു വന്നിരുന്നത്. ഞങ്ങളും കുറേയൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എന്ന് പറയുന്ന അത്രയും ജനങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് താഴത്തു നിന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഇവിടുന്ന് ചെന്ന് കയറിയ ഉടനെ നമ്മൾ കാണുന്ന ഫസ്റ്റ് ബോഡി ഷോപ്പിൻ്റെ ഒരു
സ്പോട്ടിലാണ്. അത് ആ ഒരു ചെറിയൊരു ഷോപ്പാണെങ്കിലും അവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ അബ്രോഡ് എങ്ങാനും പോകാൻ റെഡി ആയിരിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നോളൂ. നിങ്ങൾക്ക് ഇഷ്ടംമാതിരി സാധനങ്ങൾ. ആൻഡ് ഇന്നും കുറച്ച് ഓഫറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു കുറച്ച് ഓഫറൊക്കെ, അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം. സോ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയല്ല പോയത്, ജസ്റ്റ് ഒരു എന്താ പറയുക, സൺഡേ ആയതുകൊണ്ട് കുട്ടികൾക്ക് വാശി പുറത്ത് പോകണം. അപ്പോൾ ഞങ്ങളന്ന് പോയത് അറിഞ്ഞതും കൂടെ ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മെയിനായിട്ട് ഇന്ന് തിരിച്ചത് തന്നെ. ഓക്കെ, സോ അപ്പം ബോഡി ഷോപ്പിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് അവൈലബിളാണ്, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ലുലു സെലിബ്രേറ്റ് എന്ന് പറഞ്ഞ് നേരെ കാണുന്നത്, അവിടെ എപ്പോഴും ഓഫറാണ്. നല്ല സാരീസും കുർത്തീസും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് എന്താ പറയുക ദുപ്പട്ടാസ്, ഇതെല്ലാം അവൈലബിളാണ് നിങ്ങൾക്ക് ഇഷ്ടമാതി അവിടെ ഷോപ്പ് ചെയ്യാം. കുറച്ച് കൂടുതൽ കാശ് കൊടുത്താലും വേണ്ടില്ല. പിന്നെ ഓഫ് ചില സമയത്തൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഞങ്ങളവിടെ അതിനകത്ത് കയറി നമ്മൾ ഓഫ് നോക്കിയിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ പ്യുവറായിട്ട് കുറച്ച് നല്ല ജുവലറീസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നി. ആൻഡ് തോന്നിയതല്ല, ഞാൻ പുറത്തുനിന്ന് കണ്ടിരുന്നു, പക്ഷെ നമ്മളവിടെ പോയി വാങ്ങിയില്ല. പൊതുവേ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഇതിൽ എന്താ പറയുക, വാച്ച് ചെയ്യുന്നവരിൽ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക മൈൻഡാണല്ലോ, ഇങ്ങനത്തെ മേടിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടങ്ങൾ വ്യത്യാസമാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ജയ്പോർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ലുലു മോളിൽ. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോർ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുക, മൊത്തം ഒന്ന് കറങ്ങി വന്നു. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഇഷ്ടമാതിരി സാധനങ്ങൾ ഓഫറിനും ഫ്ലാറ്റ് ഓഫും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണും. സോ നമുക്ക് വലിയൊരു ഷോപ്പിംഗ് അടുത്ത് തന്നെ ഉണ്ട്, കുട്ടികളുടെ ബർത്ത്ഡേ ആണ്. അപ്പം അതിനുവേണ്ടി എന്തായാലും ലുലുമാലി കുറച്ച് കയറി വേണമെങ്കിൽ വരുമെന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. സോ അപ്പം ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ അത്യാവശ്യം ആളുകൾ ഞാൻ കണ്ടിരുന്നു. മേ ബി അവിടെ എന്താ പറയുക സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഓഫറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണുമായിരിക്കും, അറിയില്ല. പക്ഷേ മൊത്തത്തിൽ ഞാൻ പറയാം, ലുലു മോളിൽ നമുക്ക് എല്ലാ ബ്രാൻഡായിട്ടുള്ളതും ഒരുപാട് ലൈക്ക് എബ്രോഡിലുള്ള ലൈക്ക് ഷോപ്സ് ലൈക്ക് അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സ് അങ്ങനെ എല്ലാം നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും കണ്ടപ്പോൾ മനസ്സിലായി കാണും എത്ര നല്ല ഷോപ്സാണ് അപ്പോൾ അവർ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ലൈക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെറോ മോഡ, അതുപോലെ അക്കുമ, പിന്നെ അങ്ങനെ കുറേ ബ്രാൻഡ് ആയിട്ടുള്ള സംഭവം നമുക്കിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് പുറത്തേക്ക് വരുമ്പോഴേക്കും കുറച്ച് സെൻട്രലായിട്ട് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ബ്രാൻഡായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരാളിരിപ്പുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് പേരെ ഞാൻ കണ്ടിരുന്നു. മേക്കപ്പിനോട് താല്പര്യം അതേപോലെ ഉള്ളവർക്ക് പോയി വാങ്ങാൻ, പക്ഷേ ഞാൻ വാങ്ങിയിട്ടില്ല, പ്ലാനില്ലാത്തതുകൊണ്ട്. പിന്നെ പ്ലം, അതുപോലെ സിഗാരിയുണ്ട്, അങ്ങനെ കുറച്ച് ഷോപ്സ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അണ്ടർ ഗാർമെൻറ്റ്സ് ആയാലും അല്ലെങ്കിൽ ഇന്നേഴ്സ് വാങ്ങണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ കേട്ടോ. നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഹൈപ്പർ മാർക്കറ്റിലായാലും നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം. പിന്നെ അതുപോലെ ഫർണിച്ചർ വാങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതും ഇവിടെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ അതിലും ഓഫ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് എടുത്തിട്ടുണ്ട്, ഓഫ് ഞാൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ്, അതായത് ലാപ്ടോപ്സ്, അങ്ങനത്തെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഈവൻ ഹെഡ്ഫോൺസ്, പിന്നെ മൊബൈൽസ് ലൈക്ക് ഐഫോൺ, അങ്ങനെ കുറേ അതിലും കുറേ വൺ ഐഫോൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ലുലുവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഇതെല്ലാം ഒന്ന് പർച്ചേസ് ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് എവിടെയെങ്കിലും പോകാൻ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക സ്ഥിര താമസമൊക്കെ പോകാനായിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ദൂരേക്ക് മാറും, അല്ലെങ്കിൽ നിങ്ങളിവിടെ ഒരു വീട് മേടിച്ചു അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ വീട് വെച്ചു, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഉപകാരപ്പെടുന്ന വീഡിയോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങാനായിട്ട് മുന്നോട്ട് വന്നാൽ മതി. ഓഫർ ഉണ്ടാവും, ചില പ്രോഡക്റ്റ്സിന് ഓഫർ ഉണ്ടാവില്ല, അത് ഞാൻ സ്ട്രെയിറ്റ് പറയാം. ചില പ്രോഡക്റ്റ്സിന് ഓഫർ ഉണ്ടാവില്ല.
എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സസ് ആയാലും പിന്നെ അതുപോലെ കിച്ചൺ ആക്സസറീസ് മാക്സിമം ഒരു ഓഫറിൽ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ വന്നത്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോർ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ ലോവർ ഗ്രൗണ്ട് ഫ്ലോർ നമ്പർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയപ്പോഴേക്കും നമ്മുടെ ബോഡി ഗാർഡ്സിൻ്റെ എന്തോ 70% ഓഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈക്ക് പിന്നെ ബർഗർ, പിന്നെ പീറ്റ്സി അവരും വൺ ഓഫറിൽ ഇട്ടിട്ടുണ്ട്. അത് എന്താ പറയുക, എല്ലാവരും ഓഫറുള്ളത് പിന്നെ അവർ മാത്രം നോക്കും അതില്ല, അതുകൊണ്ട് അവരും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെയായിരുന്നു കേട്ടോ സംഭവം. അവിടെ നമ്മൾ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് പർച്ചേസിനും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും കയറിയിട്ട് അപ്പം തന്നെ ഇറങ്ങി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ജസ്റ്റ് ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നേരെ കാട്ടിൽ അവിടെയാണ് സോഫായും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബ്രാൻഡ് പറയാൻ പറ്റില്ല, നല്ല ക്വാളിറ്റി ഉള്ള സാധനം, ക്വാളിറ്റി ഉള്ള സാധനം നല്ല നിലവാരമുള്ള പ്രൈസിന് കിട്ടുന്നുണ്ട് ഇവിടെ ഉണ്ടോ. ഞാൻ നോക്കുമ്പോൾ ആ ഫ്രണ്ട് കാണുന്ന സോഫയൊക്കെ നല്ല റേറ്റ് കുറവാട്ടോ. നമ്മൾ വേറെ അടുത്ത് പോയി കഴിച്ചിട്ട് വരുമ്പോൾ അത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പയറിലാണെങ്കിൽ നമുക്ക് നല്ല റേറ്റിനാണ് അവർ ഇങ്ങനെ കൊടുത്തിട്ടേക്കുന്നത്. പിന്നെ എനിക്ക് അവിടെ ആകർഷിച്ചത് ആ ഒരു റോളർ പ്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കയറാനൊന്നും അത്ര വലിയ കൊതിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണാൻ, അതായത് ഒരാൾ ഇരിക്കുന്ന റോഡിൽ ഇരുന്ന് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ഒരു കുട്ടികളുണ്ടല്ലോ, അതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വന്നത് ചിക്കൻ റോള്, പിന്നെ ഡോണറ്റ്സ്, പിന്നെന്തൊക്കെ 2 ചിക്കൻ പഫ്സ്, പിന്നെ 2 ഹാൻഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ചായ കുടിക്കലില്ല, വളരെ കുറവാണ്. ചിലപ്പോൾ അമ്മ കൊണ്ടുവന്ന് എനിക്ക് കൊണ്ടുവന്നല്ലേ പാവം എന്ന് വിചാരിച്ചിട്ട് അയ്യോ പാവം എന്ന് വിചാരിച്ച് കൊടുക്കാം. അന്ന് പറഞ്ഞ പോലെ ഈ ഒരു ടീക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ജിഞ്ചർ ചേർത്തിട്ടുള്ള ടീ ആയതുകൊണ്ട് എനിക്കിഷ്ടമാണ്. ഞാൻ ബാംഗ്ലൂരിൽ ഉണ്ടാകുന്ന സമയത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് തലവേദനയൊക്കെയുള്ള സമയത്ത് നമുക്ക് ആ ഒരു ജിഞ്ചർ ടീ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുടിക്കുമ്പോൾ ഒരു സംഭവം ഒരു റിലാക്സേഷൻ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മേടിച്ചു. 3 ചായ അത് ഡോണ്ട് പ്രത്യേകിച്ച് പറയാനില്ല, അവർ നല്ലപോലെ അനുസരിച്ച് കഴിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് കൊണ്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അതെ, അതിൻ്റെ സിഗ്നലും വന്നത്. അപ്പോൾ കുട്ടൂസ് നല്ല ഇഷ്ടപ്പെട്ടു. കൊന്നൂസ് കഴിച്ചു. പക്ഷേ അവിടെ ഏകദേശം ബാക്കി വയ്ക്കുന്ന മക്കളാണ്. കാര്യം വെച്ചാൽ ഫുഡെല്ലാം കഴിച്ചിട്ടാണല്ലോ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം അതിൻ്റേതായ ആ ഒരു ലക്ഷ്യത്തിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള കണക്കായതുകൊണ്ട് അത് പകുതി മുക്കാൽ കഴിച്ചു. ബാക്കി നമ്മുടെ ഫോക്കസാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 2-3 പേര് റോഡ് കയ്യിൽ പോകുന്നുണ്ടായിരുന്നു. അവർ കഴിച്ചു കാണാൻ നല്ല രസമാണ്. അത് എത്രയോ റേറ്റ് എന്നുള്ളത് നമ്മൾ ചോദിക്കാൻ പോകും. പക്ഷേ ഇങ്ങനെ പോയാലും 1000 മേലെ ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ആ ഒരു ഇത് മാത്രമേ ഇങ്ങനെ ചുറ്റിക്കുള്ളൂ കേട്ടോ. പിന്നെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കണ്ടാലും മനസ്സിലാവും. അതേപോലെ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ എവിടെയും ഷോപ്പിൽ നിന്ന് കയറാനില്ല. അവിടെ ഇരുന്നപ്പോൾ തന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടി നമ്മൾ ഇത് വാങ്ങിയെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്ന ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നടന്നു നിന്ന് ആ ഒരു എന്താ പറയുക സെക്കൻഡ് ഫ്ലോറ് കുറച്ച് കൂടുതലായിട്ട് കറങ്ങി. കാര്യം ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് അത് ഹൈദരാബാദിലുള്ള ഫീൽഡിലായിരുന്നു. അപ്പോൾ ഫുഡ് കോർട്ടിലൊന്നും വളരെ കുറവായതുകൊണ്ട് അവിടെ എന്തൊക്കെ ഷോപ്സ് ഉണ്ട്. ഒരു പ്രാവശ്യം ഹസ്ബൻഡൊക്കെ പറഞ്ഞപ്പോൾ ലെസ് സൈഡിൽ മറ്റേ എന്തായിരുന്നു ജൂഡിയോയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടുതലും പർച്ചേസൊക്കെ ചെയ്യുന്നത് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടെ കയറുമായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ വലിയ അധികം ആ ഒരു ഫ്ലോറിൽ അധികം ഞാൻ കറങ്ങാറില്ല. ബിക്കോസ് നമുക്ക് വേറെയും കറങ്ങാൻ സമയമുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ എസ്കേപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ആ ഫ്ലോർ മൊത്തം കറങ്ങി. അപ്പോൾ ഞങ്ങൾ കണ്ടു ലൂയിസ് വില്ലേജിൽ അവിടെ ഒരു ബൈ 1 get 2 ഒരു ഓഫർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഷോപ്പിലൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.